ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധക്കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ആക്ഷേപം പറഞ്ഞു, ഏതോ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, മീശമാധവൻ. ആ സിനിമയിൽ തന്നെ വേറെ ചില രംഗങ്ങളുണ്ട് കേട്ടോ. സരസുവിൻ്റെ അടുത്ത് രാത്രിയിൽ നമ്മുടെ റേഷൻ കടക്കാരൻ പോകുന്നതും പിന്നെ അവിടെ വെച്ച് മീശമാധവൻ പിടിക്കുന്നതും കൂടെ ഓർമ്മിക്കണം. തൃശ്ശൂരിലെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണം വേറെ ചിലർക്കിട്ടും കൊള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആ മീശമാധവൻ യഥാർത്ഥത്തിൽ സ്വർണം കട്ടയാളല്ല, വിഗ്രഹം കട്ടയാളല്ല, കട്ടയാൾ വേറെ ആളായിരുന്നു എന്ന കാര്യം ആ സിനിമയിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് മീശമാധവന്റെ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിയോഗിച്ച ദേവസ്വം, LDF നിയോഗിച്ചിട്ടുള്ള ദേവസ്വം ഭരണസമിതി ഏതോ ഒരു സ്പോൺസറുടെ കയ്യിൽ ഈ അയ്യപ്പന്റെ മുതൽ, അതായത് വിശ്വാസി സമർപ്പിച്ച മുതൽ കൊടുത്തുവിട്ടത്? അതിന് നിങ്ങൾക്ക് എന്ത് നിയമപരമായിട്ടുള്ള അവകാശമാണുള്ളത്? ഏത് നിയമപരമായിട്ടുള്ള അവകാശത്തിന്റെ പേരിലാണ് നിങ്ങൾ അതങ്ങനെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്? അതെങ്ങനെയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ കൊണ്ടുപോകുന്നത്? കൊടുത്തുവിടുമ്പോൾ മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ചെമ്പായിക്കോട്ടെ, ചെമ്പ് നിങ്ങൾക്ക് എങ്ങനെ കൊടുത്തുവിടാൻ സാധിക്കും? ഏത് നിയമമാണ് അതിനെ അനുവദിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇത് കെട്ടിവെക്കാൻ കഴിയുന്നത്? ഈ ബാംഗ്ലൂരിലെ ഏതോ ഒരു അമ്പലത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഓഫീസിൽ നിന്നോ BJP ഓഫീസിൽ നിന്നോ ആൾ പോയതല്ലല്ലോ. ഈ പിണറായി വിജയൻ്റെ തന്നെ കേരളത്തിലെ ദേവസ്വത്തിൻ്റെ വിജിലൻസുകാരാണ് പോയിരിക്കുന്നത്. അപ്പൊ ഏത് പോറ്റിയുടെയും അടിവേര് മാന്തുന്ന അന്വേഷണം ഉണ്ടാകും. ഇപ്പൊ ഒരു പഴയൊരു സിനിമയിൽ വന്ന് ഞാൻ പണം മുടക്കാന്ന് പറയുമ്പോൾ വിശ്വസിച്ച് ദേവസ്വം ബിൽഡിംഗ് മുഴുവൻ പൊളിച്ചിടുന്ന ഒരു രംഗമുണ്ട് ബാലേന്ദ്ര മേനോന്റെ സിനിമയിൽ. അതുപോലെ ദേവസ്വം ഈ ഒരു വന്ന ഉണ്ണീഷം പോറ്റി വിശ്വസിച്ച് ഈ ക്ഷേത്രപ്പാളികൾ എടുത്ത് കൊടുത്താണോ? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? ഇത് അങ്ങേയറ്റത്തെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ CPM നിയോഗിച്ച ദേവസ്വങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ സംശയം വരുന്ന എപ്പോഴാണ്? ഈ ഉണ്ണീഷം പോറ്റി എന്ന് പറയുന്നയാളെ എങ്ങനെ ദേവസ്വം വിശ്വസിച്ചു? 1. 2, മഹസറിൽ എങ്ങനെ ഇത് ചെമ്പായി മാറി? 3, ഇത് ആരാണ് ഇത് കണ്ടെത്തുന്നത്? ഇത് കോടതിയാണ്. ഇത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരോപണമായി വന്നതല്ലോ, ഇത് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ച സംഗതിയല്ലോ. കോടതിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഒറ്റക്കൊറ്റക്ക് ഇത്തരം പോറ്റിമാരിനി അവിടെ വരണ്ട. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം ഉണ്ടാക്കിയത്. ആ സംഗമത്തിൽ പൊതുവായി അവിടെ ദേവസ്വം ബോർഡ് നിലപാടെടുത്തു. ഇതിന്റെ ഭാവി വികസനത്തിന്റെ രൂപരേഖ ഇതാ. ഇതിൽ സ്പോൺസർ ചെയ്യാനുള്ളൊരു നേരത്തെ ഇങ്ങോട്ട് നേരിട്ട് വരണം. ചില സംഘങ്ങളുണ്ടല്ലോ ആഗോളമായി പിരിവ് നടത്തുന്നവർ, ആഗോളമായി അയ്യപ്പൻ്റെ പേരിൽ പിരിവ് നടത്തുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ എന്നിട്ട് കുറേ ചോറും കൊടുത്തിട്ട് ഞങ്ങളാണ് മൊത്തം ചോറ് കൊടുക്കുന്ന നടക്കുന്ന ആളുകൾ. അവരുടെ ചോറൊന്നും വേണ്ട, ദേവസ്വം ബോർഡ് നേരിട്ടങ്ങ് നടത്തട്ടെ. അപ്പോൾ അത്തരക്കാരുടെ കച്ചവടം പൊളിയും. ഒരു പോറ്റിയുടെ കച്ചവടമല്ല. ഇതുപോലെ ശബരിമല സന്നിധാനത്തിൻ്റെ പേരിലോ ശബരിമലയുടെ പേരിലോ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ, ഹിന്ദു സംഘടനകളെന്ന വ്യാജേന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പും പൊളിക്കാനാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം ശരിയായ നിലയിലാണ്. പണ്ടൊക്കെ അയ്യപ്പൻ പിന്നേക്കും പിന്നെ ആണെങ്കിൽ ഇപ്പൊ ATM പോലെയാണ്, കുത്തി അപ്പ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടന്നതിന് ഉടൻ തന്നെ കോടതി തന്നെ ഇക്കാര്യം കണ്ടെത്തി പുറത്തു വന്നത്. വിശ്വാസികൾ അങ്ങനെയാ കരുതുന്നത്. നിങ്ങൾക്ക് അയ്യപ്പ കോപമുണ്ട്. ഈ അയ്യപ്പ കോപം മാറ്റാൻ വേണ്ടി പയ്യന്നൂരെ ജോലി നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും 40 ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് കെട്ടി പോയാൽ പോലും അയ്യപ്പനോട് നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക്, ശബരിമലയോട് നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് ഒരു പരിഹാരമാവാൻ പോകുന്നില്ല. യഥാർത്ഥ സ്വാമിമാർ, അയ്യപ്പൻ വിശ്വസിക്കുന്ന മാലയെടുത്ത കറുപ്പിട്ട സ്വാമിമാർ ആരും വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാമിയുടെ കത്ത് വായിച്ചു. ഏത് സ്വാമിയുടെ കത്താ വായിച്ചത്? നിങ്ങളെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമി ആരാണ്? CPMന്റെ ഏറ്റവും വലിയ CPMന്റെ ഗുരു ആരാണ്? അത് യോഗി ആദിത്യനാഥാണ്. നാണമുണ്ടോ CPMമാരാ? നാണമുണ്ടോ CPMമാർക്ക്? ഈ നിങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിച്ചിട്ട് അതിന്റെ പേരിൽ മേനി നടിച്ചുകൊണ്ട് നടക്കുക. മൂപ്പര് അവിടുന്ന് ആശംസാ സന്ദേശം അയക്കണമെങ്കിൽ ഇവര് നാണമില്ലാതെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കുമല്ലോ, അദ്ദേഹത്തെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് അതൊരു ഉളുപ്പുമില്ലാതെ വായിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് സന്ദീപ് വാര്യർ പണ്ട് BJP ആയിരുന്നു എന്ന് പറയാ. യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചുകൊണ്ടെന്ന് വേദിക്ക് കയറ്റാൻ പോയ ആളുകളാ ഇവര്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ല, ഇങ്ങനത്തെ ഒരു വിഷയം സംഗമത്തിൽ വന്നോ? സ്വാമിമാർ കയറാത്ത സംഗമമാണ്. സ്വാമിമാർ കയറാത്ത സംഗമം ശബരിമല പമ്പയിൽ, അത് വിശുദ്ധമല്ല. പിന്നെ ഏത് സ്വാമി കയറിയ സംഗമമാണ് വിശുദ്ധമായത്? പന്തളത്ത് വാവരുസ്വാമിയെ തീവ്രവാദി എന്ന് വിളിച്ച ആ സംഗമം, അത് കൊള്ളാം. അപ്പം ഇദ്ദേഹം പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോയോ? സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. എന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് ശബരിമലയിൽ നടന്ന സംഗമം പന്തളത്ത് വന്ന തീവ്രവാദി സ്വാമി വരാത്തതുകൊണ്ട് വിശുദ്ധമായില്ല. ഞങ്ങൾ ഏത് സ്വാമിയെ അവിടെ കയറ്റേണ്ടത്? സ്വാമിമാരുടെ സംഗമമല്ല വെച്ചത്, ആത്മീയ സംഗമമല്ല വെച്ചത്. ശബരിമലയെ ഭൗതികമായി ഉയർത്താൻ അവിടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വാമിമാരൊന്നും വേണ്ട, അല്ല അയ്യപ്പന്മാരൊന്നും വേണ്ട, അയ്യപ്പന്മാരെ വന്നോ പമ്പയിൽ നിന്നുള്ള സംശയമാണ് ആ ദിവസങ്ങൾ എല്ലാവരും ചോദിച്ചത്. അതെ, അപ്പോൾ എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന് രാത്രി മുഴുവൻ രാമായണം വായിച്ചിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്?
അയ്യപ്പ സംഗമം ആളെ കൂട്ടാനാണോ? ഇപ്പോൾ ഒരു വർഷം ഒരു ലക്ഷം, ഒരു ദിവസം 1 ലക്ഷം ആളവിടെ വരും. ആ 1 ലക്ഷം ആളെ വെച്ചിട്ടാണോ അയ്യപ്പ സംഗമം വെച്ചത്? സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഘം ആൾക്കൂട്ടമാണോ? നാട്ടിലെ ആളുകളെല്ലാം ശബരിമലയ്ക്ക് പോരാൻ വേണ്ടി വിളിച്ചോ? അങ്ങനെ സംഘമുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചു, വരാൻ പറഞ്ഞു. നമുക്ക് അത് പറഞ്ഞിട്ട് തന്നെ പോകാമെന്നേ. നിങ്ങളുടെ സൗജന്യം വേണ്ടതേ, ഒരു സൗജന്യം വേണ്ടത്. ഞാൻ ഇത് തന്നെ പറയട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് 2000 പേര് വരുമെന്ന് അവർ ഓൺലൈനായിട്ട് പറഞ്ഞാൽ, അല്ല പറയട്ടെ, ഈ 2000 പേര് വളണ്ടിയറാണ്. അതിൽ താല്പര്യമുള്ളവർ വന്നു എന്ന്, താല്പര്യമില്ലാത്തവരോട് വന്നിട്ടുണ്ടാവില്ല. അവിടെ വന്ന ആളിൻ്റെ എണ്ണത്തിലല്ല അയ്യപ്പ സംഗമത്തിൻ്റെ ക്രെഡിറ്റ് ഇരിക്കുന്നത്. അവിടെ അവർ അവതരിപ്പിച്ച പദ്ധതി, അത് ഏറ്റെടുത്ത മനുഷ്യർ, അതിൻ്റെ ഭാഗമായി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് അയ്യപ്പ സംഗമത്തിൻ്റെ വിജയം. അല്ലാതെ ആ കസേരയിൽ എത്ര പേരുണ്ട്, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇരുന്നോ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ഈ അയ്യപ്പ സംഘം എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അവിടെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചോ? ഇപ്പോൾ 1 ലക്ഷം പേർ ദിവസം വരുന്നിടത്ത് 3 ലക്ഷം പേരെ എങ്ങനെ ഉൾക്കൊള്ളാം? ഇതല്ലേ അവിടെ ചർച്ച ചെയ്ത് ജേക്കബ് ന്യൂസിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അതിന് ഭൗതിക സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാം? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നു, സർക്കാർ പറയുന്നു, ഒറ്റക്കൊറ്റക്ക് പോറ്റുമാർ വരേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോറ്റിമാരും ഒരു വ്യക്തിത്വങ്ങളും എത്ര കളങ്കിതരാണെങ്കിലും കളങ്കിതരല്ലെങ്കിലും സുതാര്യമായിട്ട് മാത്രമേ അവിടെ പ്രവർത്തിക്കൂ. ഒന്ന്. നമ്പർ 2 എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അയ്യപ്പ ശാപം കിട്ടി, അതിന് സ്വർണ്ണക്കടത്ത് വരെ എത്തി. ഈ സന്ദീപ് വാര്യർ ദ്വന്ദ്വ വ്യക്തിത്വമായതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്ന കാലത്ത് അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നല്ലോ. അന്ന് ഈ സ്വർണം കൊണ്ടുവന്നത് ഫൈസൽ ഫരീദായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ നേതാവ് മോദിയാണ്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞൊരു വിദ്വാൻ ദുബായ് കോൺസുലേറ്റ് തിരുവനന്തപുരത്തുള്ളപ്പോൾ അവരുടെ മേൽവിലാസത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ അതിന് കേരളത്തിലെ ആർക്കെങ്കിലും പങ്കുണ്ടാകുമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഒന്ന് വിശദീകരിച്ച് നന്നായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ നേതാക്കന്മാരോടൊന്ന് പറഞ്ഞാൽ മതി, ഇതുവരെ ഞാൻ കോൺഗ്രസിൽ പോയിട്ടും നിങ്ങൾ ആ സ്വർണ്ണക്കടത്ത് അതിൻ്റെ ഫൈസൽ ഫരീദിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, സ്വർണ്ണ അയച്ചവനെ കൊണ്ടുവന്നിട്ടില്ല. സ്വർണ്ണ അയച്ചവനെ മുഖ്യ കൂട്ടത്തിലുള്ള BJP നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ. അതുകൊണ്ട് സ്വർണം പൊട്ടിക്കലോ, അത് ശരി, ഈ പൊട്ടിക്കൽ നേതാവുണ്ടല്ലോ, ഈ പൊട്ടിക്കൽ നേതാവ്, പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ LDF സർക്കാർ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടിച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം റിക്കവർ ചെയ്തത് പിണറായി വിജയൻ പോലീസ്. അത് പറഞ്ഞപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞ് നിലവിളിച്ചോടിയപ്പോൾ അന്ന് സന്ദീപ് വാര്യർ ഏത് കൂട്ടത്തിലാന്ന് ഞാൻ ഓർക്കുന്നില്ല ആ കാലഘട്ടത്തിൽ. വ്യക്തിപരമായിട്ട് പറഞ്ഞ പിന്നെ എന്നായും ഒരുപാട് പോണോ, ഒരു മറുപടി കൊടുത്തു. അല്ല, ഇത് വഴുതിട്ടതല്ലേ സ്വർണം പൊട്ടിക്കൽ, പിന്നെ വ്യക്തിപരം. സ്വർണം പൊട്ടിക്കൽ വ്യക്തിപരമാണോ? ഈ കോണ്ടെക്സ്റ്റിൽ അത് ഗുരുതരമായിട്ട് ആക്ഷേപമാണ്. സ്വർണം പൊട്ടിക്കൽ നടന്നിട്ടുണ്ടല്ലോ കരിപ്പൂര്, അത് പിടിച്ചു, ശരി. അതുപോലെ സ്വർണം പൊട്ടിക്കലല്ലേ ഈ നടന്നു ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അയ്യപ്പദാസേ, അപ്പോൾ അയ്യപ്പദാസ് ഒന്ന് ആലോചിക്കുക. നമ്മൾ ഒരു ചർച്ച പണ്ടുണ്ടായിരുന്നു. അന്ന് അയ്യപ്പദാസ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ചോദ്യോത്തരം പറയണം. പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായിയച്ഛൻ ആയിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ല. 2 ഉത്തരം പറയാവൂ. ഒരു ദിവസം എന്നെ ഈ മൂലക്കിരുത്തി ചോദിച്ചു, ബന്ധമുണ്ടോ? ബന്ധമില്ല. എന്തായിരുന്നു വാദം? ആ വാദം എന്ന് പറയുന്നത് AI ക്യാമറയിൽ അഴിമതി ഉണ്ടായി എന്ന ആരോപണം ഈ 2 കൂട്ടർ ഉന്നയിച്ചതാണ്. ഉന്നയിച്ചപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തു. ഇപ്പം എന്തായി? ഇപ്പം പ്രസാദിയ ഉണ്ടോ? അവിടെ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അമ്മായിയച്ഛന് പ്രസാദിയെ ബന്ധമുണ്ടോ? ഇപ്പൊ താങ്കൾ ഉത്തരം പറഞ്ഞില്ലായിരുന്നു, അതാണ് പ്രശ്നം. താങ്കൾ എന്നെ ഈ ചോദ്യത്തിന് ഉത്തരമേ പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് PSC ചോദ്യത്തിലേക്ക് പോകേണ്ടത്. അത് പോട്ടെ, നമുക്ക് ഈ വിഷയം ഞാൻ അടുത്ത റൗണ്ടിൽ വരട്ടെ. ഇനി ശ്രീ സന്ദീപിലേക്കും ശ്രീ ശ്യാമിലേക്കും പോയി. അല്ല, അയ്യപ്പദാസിന് ഇപ്പോഴത്തെ ഉത്തരം പറയൂ. അല്ലല്ല അയ്യപ്പദാസ് അതിന്റെ ഉത്തരം ഇപ്പം അറിയാം. എനിക്കിപ്പോഴും ഉത്തരം അറിയത്തില്ല. എനിക്ക് ആ PSC ചോദ്യത്തിന്റെ ഉത്തരം എനിക്കിപ്പോഴും അറിയത്തില്ല. പ്രസാദിയോയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയച്ഛനുമായിട്ട് ബന്ധമുണ്ടെന്നാണോ ഇല്ലെന്നാണോ അയ്യപ്പദാസ്? എന്റെ ഉത്തരത്തിൽ പറയാൻ പറ്റാതെ പോയതാണ് ചർച്ച അങ്ങനെ പോയത്. ഉത്തരത്തിന് എന്ത് പ്രസക്തി? നമുക്കത് വിടാം, അതിലേക്ക് പോകുന്നില്ലല്ലോ കഥയിരിക്കുന്നത്. ഞാൻ താങ്കളേക്ക് തിരിച്ചറിയാം ശ്രീയാനിൽ. അതെ, അപ്പൊ പറയണ്ട. അല്ല, തിരിച്ചു പറയണ്ട. ഇത് പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞു പ്രസക്തമാണ്. അതേ ഇത് പറഞ്ഞിട്ട് തീർത്തേക്കാം. ഇനി എനിക്ക് സമയം വേണ്ട. എനിക്ക് സമയം വേണ്ട. ഇത് പറഞ്ഞിട്ട് തീർത്തേക്കാം. ഈ പ്രസക്തമാകുന്നു അല്ലാതാകുന്നു എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയച്ഛന് പ്രസാദിയ കമ്പനി ബന്ധമുണ്ടോ ഇല്ലോ ഞങ്ങളെങ്ങനെ അറിയും? ചോദ്യം ഇതാണ്. നിങ്ങൾ ഉന്നയിച്ച K-ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിച്ച AI ക്യാമറ, ഇതിലെവിടെയെങ്കിലും ഇവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പ്രതിപക്ഷ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി മനോരമ ഏറ്റെടുത്തു.
എന്നിട്ട് മനോരമ തന്നെ അതിൻ്റെ വ്യാഖ്യാതാക്കളായി. ഞങ്ങളെ വ്യക്തിപരമായി വേട്ടയാടി, ഞങ്ങളെ വ്യക്തിപരമായി അപമാനിച്ചു, ആക്രമിച്ച് അപമാനിച്ച് ഞങ്ങളെ തകർക്കാൻ നോക്കി. ഒന്നുമില്ല ശ്രീ അനിൽകുമാർ, ഇതൊക്കെ ചർച്ചയാണ് ജനാധിപത്യപരമായിട്ട്. അതിനപ്പുറത്ത് താങ്കൾക്ക് മറുവശത്ത് CPM കോൺഗ്രസും BJP ഒക്കെ ഇതുപോലത്തെ ചർച്ചയാണ്. അപമാനിക്കലാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഞങ്ങളെ താങ്കൾക്ക് ആ ചോദ്യത്തിന് അന്ന് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഫാക്ട്. നമ്മൾ ആളുകളെ ഓർപ്പിക്കുന്നതിനാണ്. ഞാൻ താങ്കളെ എവിടെയാണ് അപമാനിച്ചത്? എവിടെയാണ് അപമാനിച്ചത്? താങ്കൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് അല്ലല്ല, ഒരിക്കലുമല്ല. നമ്മളെനിക്ക് പോകണ്ട, വെറുതെ സമയങ്ങളാണ്. എനിക്കതിൽ താല്പര്യമില്ലായിരിക്കല്ല, പക്ഷേ അത് ശരിയല്ല, ഉചിതമല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഒന്നുമല്ല, ചോദ്യങ്ങളാണ്. ചോദ്യം എങ്ങനെ അപമാനിക്കലാവുന്നത്? താങ്കൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ പോയതാണെന്ന് സംഭവിച്ചു ശ്രീ അനിൽകുമാർ. താങ്കൾ എന്തിനാണ് വീണ്ടും ആ ട്രാപ്പിലേക്ക് വീണ്ടും വന്ന് കയറുന്നത്? എന്തിനാണ് ആ ട്രാപ്പിലേക്ക് വീണ്ടും വന്ന് കയറുന്നത്? എന്തിനാണ്? ഒരു ട്രാപ്പുമില്ല, പിന്നെന്താണ് താങ്കൾക്ക് ഇന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പോയ എന്താണ് കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അതിന്റെ കോൺഫറൻസിലാണ് താങ്കൾ ഈ പറയുന്നത്. പക്ഷെ അന്ന് താങ്കൾക്ക് ചോദിച്ച ഉത്തരം പറയാൻ പറ്റിയിരുന്നില്ല. നമ്മൾ എന്തിനാണ് എനിക്ക് ആ ചർച്ച 1/2 മണിക്കൂർ 1 മണിക്കൂർ ചെയ്യാൻ ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് ആണ്. പക്ഷേ എന്റെ ഔചിത്യബോധം എന്നോട് പറയുന്നു ഞാൻ അതിലേക്ക് ഇപ്പൊ പോകാനല്ല ഈ ചർച്ചയുടെ സമയമെന്ന്. അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയുന്നത് താങ്കളുടെ പോയിന്റ് അവസാനിപ്പിക്കാൻ ശ്രീ സന്ദീപിലേക്ക് പോവാം. അല്ല, ഞാൻ പോയിന്റ് അവസാനിപ്പിച്ചു. ഇത്ര കാര്യമുള്ളൂ. അന്ന് ആ ചോദ്യം പ്രസക്തമല്ല. അതിന് കാരണം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയച്ഛനോ ഈ പറയുന്ന AI ക്യാമറ കേസിലോ ഫോൺ കേസിലോ ഒരു കക്ഷിയുമല്ല. ഞങ്ങളൊരു കക്ഷിയുമല്ലാത്തൊരു കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തലയും വാലും ഇല്ലാത്തൊരു കാര്യം പറഞ്ഞപ്പം അതും ചുമന്നുകൊണ്ട് ചോദ്യമായിട്ട് എന്റെ നേരെ എഴുന്നള്ളിച്ചത് അയ്യപ്പദാസാണ്. അതുപോലെ ഇപ്പൊ അടുത്തയാളൊരു ചോദ്യം സാധനമായിട്ട് അത് തന്നെ അതിന്റെ അറ്റത്ത് മാധ്യമ താങ്കൾ ഈ പറയുന്ന നല്ല കോണ്ടക്സ്റ്റ് അന്ന് CPM പ്രതിനിധിയായി വരുന്ന വ്യക്തിയോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇങ്ങനൊരു ബന്ധുത്വമുണ്ടെന്ന് പറയുന്നു. ബന്ധുവാണോ അല്ലയോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നു. താങ്കൾ അതിലേക്ക് പിടിക്കുക പോലും ചെയ്യാതെ വന്നപ്പോഴാണ് ആ ചർച്ച അങ്ങനെ പോയത്. നമുക്ക് രണ്ടു ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമില്ലേ. അത് വിടുന്നേ, നമ്മളെ വിഷയം അതല്ലല്ലോ ഇപ്പോ. ശ്രീ സന്ദീപ് വാര്യർ, ഇതില് ഈ വ്യക്തി താങ്കൾ പൂർത്തിയാക്കും. പൂർത്തിയാക്കൂ. ഞാനൊരു ചർച്ചയ്ക്ക് വരുമ്പോ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരുമ്പോൾ ആരൊക്കെ ബന്ധമുണ്ടെന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ബന്ധത്തിന് അതുമായിട്ട് എന്താ പ്രസക്തി? നിങ്ങളൊരു വിഡ്ഢിതരമായ ചോദ്യം ചോദിക്കുന്നു. താങ്കൾ ഇപ്പൊ അത് കളിച്ച് ഈ പോസ്റ്റിലേക്ക് അടിച്ച് ജയിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു മത്സരമേ അല്ലെന്ന് ഞാൻ പറയാണ്. ഒരു അസാധുവാണ് ഈ മത്സരം, അസാധുവാണ്. താങ്കൾ വെറുതെ കാണിക്കണ്ട, അതൊരു പോസ്റ്റ് ഇല്ല. താങ്കൾ ഇനി അതിന് സമയങ്ങളാണെങ്കിൽ താങ്കൾ ചെയ്തോളൂ. പക്ഷെ നമ്മൾ ഒരു കാരണം ഇത് കോണ്ടെക്സ്റ്റ് ഇതല്ല കോണ്ടെക്സ്റ്റ്. ആ വിഷയത്തിലേക്ക് മടങ്ങിപ്പോയി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അന്ന് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടെന്നൊരു ആരോപണം വരുന്ന സമയത്ത് താങ്കളോടല്ലാണ്ട് എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാൻ പറ്റുമോ? താങ്കളല്ലേ ഇല്ല അങ്ങനൊരു ബന്ധമേ ഇല്ല എന്ന് പറയാൻ താങ്കൾക്ക് പറ്റണമായിരുന്നു. അത് പറ്റിയിട്ടില്ല അന്ന്. അതിന് താങ്കൾ ഇപ്പോൾ ഇല്ലാത്ത പോസ്റ്റിലേക്ക് ഓടിക്കാൻ ഒരു കാര്യമില്ല ശ്രീ അനിൽകുമാർ. ശബരിമലയില് എന്താ പറയാ, എന്റെ പൂർവ്വ രാഷ്ട്രീയ ബന്ധം പറയുമ്പോ നവോത്ഥാന സമിതിയുടെ ജോയിന്റ് കൺവീനർ ആരായിരുന്നു? ആ ജോയിന്റ് കൺവീനർ അന്നത്തെ ശബരിമല സമരം തുടങ്ങിയ സമയത്ത് പത്രക്കാരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നല്ലേ പത്രക്കാരെ അടക്കം ആക്രമിച്ച കേസിൽ ഉണ്ടായിരുന്ന CP സൂദൻ എവിടെ ഉണ്ടായിരുന്നത്? ജോയിന്റ് കൺവീനർ ആയിരുന്നു നവോത്ഥാന സമിതിയുടെ. എന്നിട്ട് ആ CP സൂദൻ പിന്നീട് എന്താ പറഞ്ഞത്? പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവോത്ഥാന സമിതി പോയതെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ പിണറായിയെ CP സൂദൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ CP സൂദനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് CP സൂദന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപ് വാര്യരുടെ പൂർവ്വ ആശ്രമം ഒന്നും പരിശോധിക്കേണ്ട. ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ് ആണ്. നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനിയും ചർച്ചയിലേക്ക് അത് വലിച്ചുകൊണ്ട് വരണ്ട. എനിക്ക് അനിൽകുമാറിനോട് ഒരു കാര്യം പറയുള്ളൂ, അയ്യപ്പന്റെ കട്ട മുതൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നിട്ട് വർത്താനം പറയണം. നിങ്ങൾ ശബരിമല എന്ന് കട്ടുകൊണ്ടുപോയ മുതൽ അത് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു കൊടുക്കണം. നിങ്ങളെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഒറ്റ കാര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഈ കാലഘട്ടത്തിൽ നടന്നതിന് ഒരു തേസും അനിൽകുമാറിന് അങ്ങനെ പ്രത്യേക അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ ഉയർന്നിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് ആരന്വേഷിച്ചിട്ടാണെങ്കിലും.